ഹിറ്റ് 3 അല്ലെങ്കിൽ ഹിറ്റ് ദ തേർഡ് കേസ് ഞാൻ ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടും കണ്ടിട്ടുള്ളതാണ്. ഇത് ഒരു ഇൻഡിവിജ്വൽ സിനിമയായിട്ട് നിങ്ങൾക്ക് കൂട്ടാം. ദ ഹിറ്റ് യൂണിവേഴ്സ് അല്ലെങ്കിൽ ദ കേസ് യൂണിവേഴ്സ് എന്നൊക്കെ നിങ്ങൾക്ക് വേണം വിളിക്കാൻ പറ്റും. അപ്പോൾ സിനിമ എങ്ങനെ ഉണ്ടായിരുന്നു വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പേഴ്സണലി പടം കുഴപ്പമില്ല എന്നുള്ള രീതിയിലാണ് തോന്നിയത്. ഞാൻ ഹിറ്റ് എന്നുള്ള സിനിമ ഇഷ്ടപ്പെടാനുള്ള കാരണം എന്ന് വെച്ചാൽ മെയിൻലി അതിൻ്റെ ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് സൈഡും ആ ഒരു ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു. വിശ്വക് സെൻ എന്ന് പറഞ്ഞ ഒരു തെലുങ്ക് നടനാണ് ഫസ്റ്റ് പടം അഭിനയിച്ചത്. എനിക്ക് ആ സിനിമയാണ് ഇതുവരെ കണ്ടതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത്. സെക്കൻഡും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. തേർഡ് ഓക്കെ ആയിട്ടാണ് എനിക്ക് ഇപ്പോൾ ഫീൽ ആയിരിക്കണം. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ നാനിയുടെ അഭിനയം അടിപൊളി തന്നെയായിരുന്നു. പക്ഷേ ഞാൻ ഈ ഒരു കംപ്ലീറ്റ് ഹിറ്റ് 1, 2 എല്ലാം ഇഷ്ടപ്പെടാൻ കാരണം, അല്ലെങ്കിൽ ഹിറ്റ് ദ ഫസ്റ്റ് കേസ്, ഹിറ്റ് ദ സെക്കൻഡ് കേസ് ഒക്കെ ഇഷ്ടപ്പെടാനുള്ള കാരണം അതിൻ്റെ ആ ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് സൈഡാണ്. ഈ സിനിമയിൽ ഫസ്റ്റ് ഹാഫ് ആ ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് സൈഡ് രീതിയിൽ പോയിട്ട് സെക്കൻഡ് ഹാഫിലേക്ക് വന്നപ്പോഴേക്കും ട്വിസ്റ്റോ ടേൺസോ അങ്ങനെയൊന്നും ഇല്ലാതെ പോയി. കൂടുതലും മാസ് പടമായി മാറി. അപ്പോൾ ഹിറ്റ് ദ ഇൻവെസ്റ്റിഗേറ്റീവ് മൂഡിൽ നിന്നും ഹിറ്റ് ദ മാസ് എന്നുള്ള ഒരു കേസിലേക്ക് ഈ സിനിമയ്ക്ക് ഒരു മാറ്റം വന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നിയൊരു കാര്യം. അതുകൊണ്ടാണ് എനിക്ക് ജസ്റ്റ് ഒരു ഓക്കേഷ് പടമായിട്ട് ഫീലായി പോയത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മാസ് പടം എന്നുള്ള രീതിയിൽ നല്ല രസമാണ്. പക്ഷേ ഓൾറെഡി ഞാൻ ഹിറ്റ് പാർട്ട് 1, ഹിറ്റ് പാർട്ട് 2 അല്ലെങ്കിൽ ഹിറ്റ് ദ ഫസ്റ്റ് കേസ് അല്ലെങ്കിൽ ഹിറ്റ് ദ സെക്കൻഡ് കേസൊക്കെ വളരെ ഇഷ്ടപ്പെട്ടേക്കണമുണ്ട്. എനിക്കിത് അതിനൊത്ത് എത്തിയില്ല എന്നുള്ളൊരു ഫീലിംഗ് വന്നുപോയി. പിന്നെ ഇതിനകത്ത് ശ്രീനിധി ഷെട്ടി, നമ്മുടെ KGF പാർട്ട് 1 and 2 നടി, ഇതിനകത്ത് സിനിമയുടെ തുടക്കത്തിൽ ഭയങ്കര ക്യൂട്ടായിട്ട് രസമായിട്ട് തോന്നി. പക്ഷേ സെക്കൻഡ് ഹാഫ് വന്നപ്പോഴേക്കും അത് കുറച്ച് ക്രിഞ്ചായി മാറിയ ഒരു ഫീലിംഗ് ആയിരുന്നു എനിക്ക്. അതായത് സിനിമയുടെ ഫ്ലോ നഷ്ടപ്പെടുത്തുന്ന രീതിയിൽ റൊമാൻസ് കയറി വന്ന പോലത്തെ ഒരു ഫീലൊക്കെ എനിക്ക് വന്നുപോയി. പൊതുവെ എനിക്ക് നാനിയുടെ സിനിമകൾ ഭയങ്കര ഇഷ്ടമാണ്. ഹായ് നാന എന്നുള്ള പടം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടാണ്. കിടിലൻ പടമായിരുന്നു. അത് കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ കണ്ടു നോക്ക്. അപ്പോൾ എനിക്ക് ഈ അടുത്ത് കണ്ട നാനിയുടെ മറ്റുള്ള സിനിമകൾ വെച്ച് നോക്കുമ്പോഴേക്കും എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഈ സിനിമ തീരെ ഇഷ്ടപ്പെട്ടില്ല എന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. ഞാൻ പറഞ്ഞില്ല, ആ ഒരു ഹിറ്റ് എന്ന് പറഞ്ഞ സിനിമയുടെ ആ സീരീസിന്റെ ഭാഗമായിട്ട് വരുമ്പോഴേക്കും അതിനൊത്തൊരു ആ ഒരു ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഒക്കെ ഞാൻ പ്രതീക്ഷ വന്നുകൊണ്ടാണെന്നുകൊണ്ട് അങ്ങനെ ഒരു സംഭവം എനിക്ക് കിട്ടിയില്ല. ഈവൺ ഇതിനകത്ത് വില്ലനാണെങ്കിൽ തന്നെ ഭയങ്കര ടൈപ്പ് കാസ്റ്റ് ആയിട്ടുള്ള ഒരു മച്ചാനാണ് ഇതിനകത്ത് വില്ലനായിട്ട് വന്നിരിക്കുന്നത്. സൈക്കോ പരിപാടിയൊക്കെ. അപ്പോൾ അത് കണ്ടുമടുത്ത ടൈപ്പ് ഒരു സാധനമായിട്ടൊക്കെ എനിക്ക് ഫീലായി. വില്ലൻ അത്ര പവർഫുൾ ആയിട്ടൊന്നും എനിക്ക് ഫീൽ ആയില്ല. നാനിയുടെ പെർഫോമൻസ് നീറ്റ് ആൻഡ് ക്ലീൻ തന്നെയാണ്. പക്ഷെ കുറച്ച് മാസ് കൂടിപ്പോയോ എന്നൊക്കെ എനിക്ക് തോന്നിപ്പോയി. എൻഡിങ് നോട്ട് ഓഫ് ദ മൂവി നൈസാണ്. ഒരു എൻഡിങ്, ഒരു ഫൈറ്റും പരിപാടികളൊക്കെ ഉണ്ട്. പക്ഷേ അങ്ങോട്ട് അത് സംഭവം കൊള്ളായിരുന്നെങ്കിലും ഒരു ഇമ്പാക്റ്റ് എന്തോ ഒരു ഫീൽ ചെയ്തില്ല. കൈയടിക്കാനുള്ള മൊമെന്റ്സ് ഒക്കെ ഉണ്ട്. ഹിറ്റ് പാർട്ട് 1 2 കണ്ടവരാണെങ്കിൽ നിങ്ങൾക്ക് കൈയടിക്കാനുള്ള മൊമെന്റ്സ് ഒക്കെ ഉണ്ട്. പക്ഷെ എന്നാലും എന്തോ ഒരു പൂർണ്ണത വന്നില്ലാത്ത പോലത്തെ ഒരു ഫീല്. അതുപോലെ ഇനിയൊരു സിനിമയോട് വരുന്നുണ്ട്. ഒരു എൻ ക്രെഡിറ്റ് സീൻ എന്ന് വേണമെങ്കിൽ പറയാം. എൻഡ് ക്രെഡിറ്റ് അല്ല, ഒരു പോസ്റ്റ് അല്ല, അതിനെന്താ പറയുക, ക്രെഡിറ്റ്സ് റോൾ ഔട്ട് ചെയ്യണ മുന്നേ ഒരു സീനുണ്ട്. അത് നിങ്ങൾ ആർത്ത് കൈയടിക്കും, അതെനിക്ക് ഉറപ്പാണ്. വരാനിരിക്കുന്ന സിനിമയുടെ ഒരു ചെറിയൊരു സ്നീക്ക് പീക്ക് പോലത്തെ ഒരു സാധനം അടിപൊളിയായിരുന്നു. ഞാൻ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. അപ്പോൾ ഈ സിനിമ, ഈ ഒരു സീരീസ് ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ ഹിറ്റ് എന്നുള്ള സിനിമ എന്താണ് HIT എന്നുള്ളത് ഞാൻ പറയുന്നില്ല. നിങ്ങൾ പാർട്ട് 1 2 കണ്ടില്ലെങ്കിലും ഇത് കാണാൻ പറ്റും ഇൻഡിവിജ്വലി ഒരു സിനിമയായിട്ട്. പക്ഷേ നിങ്ങൾക്ക് പാർട്ട് 1 2 കണ്ടിട്ടുണ്ടെങ്കിൽ കുറച്ച് ഗുണങ്ങളൊക്കെ ഉണ്ട്. അതെന്താണെന്ന് ഞാൻ പറയുന്നില്ല. പിന്നെ എനിക്ക് ഏറ്റവും പ്രശ്നമായിട്ട് തോന്നിയ ഒരു കാര്യം, എനിക്ക് മേ ബി അതൊരു ഫാക്ടറായിരിക്കാം ഈ ഒരു സിനിമ ഒരു ഓക്കേഷ് മൂവി ആയിട്ട് ഫീൽ ആവാനുള്ള ഒരു മെയിൻ ഫാക്ടർ എന്ന് പറഞ്ഞാൽ, ഞാനിത് മര്യാദക്ക് തെലുങ്ക് സിനിമ തന്നെ കാണണമെന്ന് വിചാരിച്ചാൽ ഇതിൻ്റെ മുന്നേ ഉള്ള 2 പാർട്ട് ഞാൻ തെലുങ്ക് ഒറിജിനൽ ഓഡിയോ ആണ് കണ്ടിരിക്കുന്നത്. ഇത് ഞാൻ കണ്ടത് മലയാളം ഡബ്ബാണ്. അതൊരു മിസ്റ്റേക്ക് ആയി പോയി എന്ന് എനിക്ക് തോന്നി. കാരണം രാവിലെ തന്നെ ഈ സിനിമ കാണാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ വന്നതുകൊണ്ട് എനിക്ക് മലയാളമേ ഉണ്ടായിരുന്നുള്ളൂ. തെലുങ്ക് വെർഷൻ എനിക്ക് ടിക്കറ്റ്സ് ഒരിടത്തും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. രാവിലെ വളരെ ലിമിറ്റഡ് ഷോസ് ആയിരുന്നു. ഉള്ളതാണെങ്കിൽ രാത്രിയാണ്. അപ്പോൾ രാത്രി എനിക്ക് ഐമാക്സിൽ പടമുണ്ട്. അതുകൊണ്ട് ഞാൻ മലയാളം തന്നെയാണ് കണ്ടത്. പക്ഷെ അതൊരു തെറ്റായിപ്പോയി. കാരണം നാനിയുടെ ഡബ്ബിങ് അത്യാവശ്യം നല്ലതായിരുന്നെങ്കിലും, ഈവൻ ശ്രീനിധിയുടെ ഡബ്ബിങ് ഒക്കെ അത്യാവശ്യം നല്ലതായിരുന്നെങ്കിലും ഡബ്ബിങ് പ്രോബ്ലം ഉണ്ടായിരുന്നു. അതായത് ചില ഇടങ്ങളിൽ ഡ്യുവൽ
വോയിസ് വന്നിട്ടുണ്ട്. അത് എങ്ങനെയാണ് അങ്ങനെ ഒരു ഔട്ട് എടുത്ത് വെച്ചതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം എഡിറ്ററിന്റെ ഭാഗത്ത് നിന്ന് ഭയങ്കര ശോകമായ ഒരു സംഭവമാണ് എനിക്ക് ഫീൽ ചെയ്തത്. അല്ലെങ്കിൽ എഡിറ്റർ അല്ലെങ്കിൽ പോലും ലാസ്റ്റ് ആരാണോ അത് ജോയിൻ ചെയ്തത് അയാളത് ശ്രദ്ധിക്കണമായിരുന്നു. കാരണം പലയിടങ്ങളിലും ഡബിൾ വോയിസ് ഉണ്ട്. അതായത് ഒറിജിനൽ 9യുടെ വോയിസ് കൂടാതെ മലയാളം ഡബ്ബൊക്കെ കയറി വന്ന് ആകെ കോളം. അത് ഒരു ഭയങ്കര ഒരു ക്വാളിറ്റി ഫ്ലോ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അത് ഭയങ്കര ശോകമാണ്. എത്രയും പെട്ടെന്ന് അത് റെഡി ആക്കിയിട്ട് DCP അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കാമെന്നാണ് എനിക്ക് മേക്കേഴ്സിനോട് പറയാനുള്ളത്. ഇത് ഡബ്ബിങ് ചെയ്ത ആൾക്കാരുണ്ടെങ്കിൽ ദയവ് ഇത് അത് ഭയങ്കര മോശമാണ്. ഇങ്ങനത്തെ ഒരു ക്വാളിറ്റി സിനിമയിൽ ഡബിൾ ഡബ്ബ് കയറി വരുന്നത് മനസ്സിലായില്ല. അത് ഭയങ്കര അരോചകമാണ്. അത് പലയിടങ്ങളിലും ഉണ്ട്. അതൊക്കെ എനിക്ക് ഇച്ചിരി സീനായിട്ട് തോന്നി. പിന്നെ കുറച്ച് കാര്യങ്ങൾ ഞാൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ ഞാൻ കൂടുതൽ പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ ഈ സിനിമ കണ്ടില്ല അതൊക്കെ വരും. അപ്പം ഞാൻ കൂടുതൽ ക്രിട്ടിസൈസ് ചെയ്ത് പറയുന്നില്ല. പക്ഷേ ഇത് തീർച്ചയായിട്ടും തിയേറ്ററിൽ കാണാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയാണ്. കുറച്ച് പോയിന്റ്സ് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ ഞാനിപ്പോൾ ആലോചിക്കുമ്പോണ്ടല്ല അത് പറയണോ വേണ്ടോ എന്നുള്ള രീതിയിലായിരിക്കണത്. വേണ്ട, ഞാനത് പറയുന്നില്ല. കുറച്ച് പോയിന്റ്സ് ഞാനിവിടെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ വേണ്ട. എൻ്റെ അഭിപ്രായത്തിൽ ഇത് ഒരു മോശം സിനിമയോ അങ്ങനെയൊന്നുമല്ല. ഈവൺ ആവറേജ് പടം പോലും അല്ല. കുറച്ച് ആവറേജിനേക്കാൾ കുറച്ച് മുകളിൽ നിൽക്കുന്ന ഒരു സിനിമ എന്ന് പറയാം. പക്ഷേ ഞാൻ പറഞ്ഞില്ല, ഇൻഡിവിജ്വലി ഈ സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര എന്റർടൈനിങ് ആയിട്ട് ഫീൽ ചെയ്യും. പക്ഷേ ഹിറ്റ് എന്നുള്ള ഈ ഒരു ഫ്രാഞ്ചൈസിലുള്ള പടങ്ങളിൽ എനിക്ക് ഇച്ചിരി വീക്കായിട്ട് തോന്നി, അത്രേ ഉള്ളൂ. പക്ഷെ ഇതിനകത്ത് കുറെ മൂമെന്റ്സ് ഉണ്ട്, നല്ല രസമുള്ള മൂമെന്റ്സ് ഒക്കെ ഉണ്ട്. ചെയ്യാൻ കുറെ ശ്രമിച്ചിട്ടുണ്ട്. കുറെ കാര്യങ്ങളൊക്കെ അവർ ഇൻകോപ്പറേറ്റ് ചെയ്യാനും കൂടുതൽ ബഡ്ജറ്റ് കിട്ടിയതിന്റെയും കാര്യങ്ങളൊക്കെ ആയിട്ട് അവർ പല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഈവൻ പാർട്ട് 1 നാനിയാണോ പ്രൊഡ്യൂസ് ചെയ്തേക്കണത് എനിക്കറിയില്ല. ഹിറ്റ് ദ സെക്കൻഡ് കേസ് എന്നുള്ള പാർട്ട് 2 നാനി പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിനകത്ത് പ്രൊഡ്യൂസ് ചെയ്യാൻ അഭിനയിക്കുകയും ചെയ്യുന്നുണ്ട് നാനി. അപ്പോൾ അതാണ് എനിക്ക് ഈ സിനിമയെ പറ്റി തോന്നിയത്. എന്തായാലും ഇനി അടുത്ത റെട്രോയ്ക്ക് പോട്ടെ. റെട്രോ കണ്ടിട്ട് അഭിപ്രായമായിട്ടേക്കാം. റെട്രോ രാവിലെ കാണുന്നത് അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ടിക്കറ്റ് കിട്ടിയില്ല എന്നുള്ളതാണ് സത്യം. പിന്നെ വനിതവിന്ദയിൽ കാണാം എന്ന് വിചാരിച്ചിരുന്നപ്പോഴേക്കും വനിതവിന്ദയിൽ ഒരൊറ്റ ടിക്കറ്റ് ബാക്കിയില്ല. പിന്നെ ലിൻഡോ ചേട്ടൻ, വനിതവിന്ദയുടെ ഓണർ, ഇവിടെ സ്ഥലത്തില്ല. ലിൻഡോ ചേട്ടൻ ഓസ്ട്രേലിയ പോയിരിക്കുകയാണ്. ലിൻഡോ ചേട്ടൻ ഓസ്ട്രേലിയ മെൽബേൺ ഐമാക്സിൽ പോയി സിന്നേഴ്സൊക്കെ കണ്ടിട്ട് എനിക്ക് അതൊക്കെ ഫോട്ടോ ഒക്കെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഭയങ്കര സന്തോഷം. പക്ഷെ ചേട്ടൻ ഇല്ലാത്തതിൻ്റെ പ്രശ്നം ഇവിടെ അറിയാനുണ്ട്. എനിക്ക് അതുകൊണ്ട് ടിക്കറ്റ് കിട്ടാതെ പോയി. ഞാനാണെങ്കിൽ ടിക്കറ്റ് ഓൺലൈൻ വന്ന ദിവസം ഞാൻ ഉറങ്ങിപ്പോയി. ഞാൻ ഭയങ്കര ക്ഷീണിതമായിരുന്നു. ഉറങ്ങി എഴുന്നേറ്റപ്പോഴേക്കും ടിക്കറ്റ് തീർന്നു പോയി. അതുകൊണ്ട് എനിക്കാണെങ്കിൽ ആ സിനിമയുടെ DCP വന്നിരിക്കുന്നത് കിഡിലാണ്. 4K 7.1 IAB ആണ് റെട്രോയ്ക്ക് വന്നിരിക്കുന്ന DCP. അപ്പോൾ എനിക്ക് എന്തായാലും അറ്റ്മോസ്ഫിയർ കാണണമെന്ന് നിർബന്ധമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ മറ്റുള്ള കുറച്ച് സ്ഥലങ്ങളിൽ ടിക്കറ്റ് ഉണ്ടായിട്ട് ഞാൻ പോകാൻ. എനിക്ക് വൃത്തിക്കും എനിക്കും ആ പടം കാണണം. അത് മാത്രമല്ല കാർത്തിക് സുബ്രാജിൻ്റെയും സൂര്യനും കട്ട ഫാനാണ് ഞാൻ. പിന്നെ ജോയി ചേട്ടനും പടത്തിലുണ്ട്. പിന്നെ സന്തോഷ് നാരായണ മ്യൂസിക്കൽ. അപ്പോൾ എനിക്ക് നല്ല ഒരു സ്ഥലത്ത് തന്നെ കാണണം. അതുകൊണ്ട് തന്നെ ഞാൻ ഈ സിനിമ കാണാൻ ചൂസ് ചെയ്തിരിക്കുന്നത് ഞാൻ മാധുര്യ തിയേറ്ററാണ്. എൻ്റെ കൂടെ എൻ്റെ ഫ്രണ്ട് ആഷ്ബലും ഉണ്ട്. ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് പടത്തിന് പോകുന്നത്. ഇത് കഴിഞ്ഞ് നേരെ അങ്ങോട്ടേക്കാണ് പോകുന്നത്. അപ്പോൾ എന്തായാലും സിനിമ കണ്ട് എൻജോയ് ചെയ്ത് ഞാൻ എന്താണ് എനിക്ക് തോന്നണത് അത് ഞാൻ പറയാം. അപ്പോൾ ഈ സിനിമയുടെ അഭിപ്രായം ഇതാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ഒരുപാട് സിനിമകൾ ഇന്ന് കാണാനുണ്ട്. തണ്ടർ ബോൾട്സ് ഐമാക്സിൽ കാണുന്നുണ്ട്, അതും അഭിപ്രായമായിട്ടേക്കാം. അതുപോലെ റെയ്ഡ് 2 കാണുന്നുണ്ട്, അതും അഭിപ്രായമായിട്ടേക്കാം. അപ്പോൾ ബൈ ബൈ.